We shall begin a new chapter, Ray Optics and Optical Instruments. ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ, ലൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് കോർപ്പസൽസ് എന്നുള്ള ആ കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ഐസക് ന്യൂട്ടൺ. ഈ കോർപ്പസ്കുലാർ തിയറി, ലൈറ്റ് ഈസ് എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള കോർപ്പസ്കുലാർ തിയറി വെച്ചിട്ട് നമുക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ തുടങ്ങി റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഈ രണ്ട് ഫിനോമിനൻ, അതേപോലെ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്, പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, ആ പ്രിൻസിപ്പിളിനെ നമ്മൾ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എന്നാണ് പറയുക. റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഇതിനെയാണ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ കോർപ്പസ്കുലാർ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ പാത്ത് ഓഫ് ലൈറ്റ് പോകുന്ന പാത്തിനെയാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. ലൈറ്റ് പോകുന്ന പാത്തിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ ആ പാത്തിനെ വി കോൾ ഇറ്റ് ആസ് റേ. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് റേസ് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് റേസിനെ വി കോൾ ഇറ്റ് ആസ് എ ബീം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ വി ആർ സ്റ്റഡിയിങ് the phenomenon of we are studying the working of different optical instruments like telescope and microscope. അതുപോലെ ഹ്യൂമൻ ഐ അതും പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. പിന്നെ അടുത്ത ചാപ്റ്ററിൽ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ഈസ് എ വേവ് എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, പോളറൈസേഷൻ തുടങ്ങിയ ഫിനോമിനൻ പഠിക്കുന്നു. പിന്നത്തെ ചാപ്റ്ററിൽ ആ രണ്ട് ലൈറ്റ് പാർട്ടിക്കിൾ മാത്രമായിട്ടല്ല, അത് വേവ് മാത്രമായിട്ടല്ല, അത് പല സന്ദർഭങ്ങളിലും ഇറ്റ് ഈസ് എക്സിബിറ്റിംഗ് ഡ്വൽ നേച്ചർ, രണ്ട് ബിഹേവിയറും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ റേ ഓപ്റ്റിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില ടേംസ്, നമ്മൾ ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നുള്ളത് പഠിക്കുന്നതിന് മുമ്പ് വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് സർട്ടൻ ടേംസ്. ഇനി ആദ്യത്തെ ഫിനോമിനൻ വി ആർ ഗോയിങ് ടു ലേൺ എബൌട്ട് റിഫ്ലക്ഷൻ. അപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു മിററിൽ തട്ടി ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പ്ലെയിൻ മിറർ ആകുമ്പോൾ എങ്ങനെയുള്ള ഇമേജാണ് മിററിൽ ഫോം ചെയ്യുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസായിരിക്കും. ഇപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസായിരിക്കും ഇമേജിന്. ഇനി ഒബ്ജക്റ്റ് മിററിൽ നിന്ന് എത്ര ദൂരെയാണോ ഇമേജ് അത്രയും ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും അല്ലേ? നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എത്ര ദൂരം നിൽക്കുന്നോ അത്രയും ബാക്കിലായിരിക്കും ഇമേജ്. പിന്നെ ആ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പിടിക്കാൻ സാധിക്കില്ല. സ്ക്രീനിൽ പിടിക്കാൻ സാധിക്കാത്ത ഇമേജിനെ വി കോൾ ഇറ്റ് ആസ് വെർച്വൽ ഇമേജ്. സ്ക്രീനിൽ കിട്ടുന്ന ഇമേജിനെ റിയൽ ഇമേജ് എന്നും സ്ക്രീനിൽ പിടിക്കാൻ സാധിക്കാത്ത ഇമേജിനെ വെർച്വൽ ഇമേജ് എന്നും പറയുന്നു. ഇനി മിററിലെ ഇമേജ് എങ്ങനെയാണ്? ഇറ്റ് വിൽ സഫർ ലാറ്ററൽ ഇൻവേർഷൻ. അതായത് ഇങ്ങനെയാണ് നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ തിരിച്ച് ഇങ്ങനെ ഇതേ പൊസിഷനിലുള്ളതല്ല നമ്മൾ കാണുന്നത്. ബട്ട് ഇറ്റ് സഫേഴ്സ് ലാറ്ററൽ ഇൻവേർഷൻ. Now we are going to study about the reflection of light by spherical mirrors. അപ്പോൾ spherical mirrors എന്ന് പറഞ്ഞാൽ അതൊരു സ്ഫെറിക്കൽ സർഫസിൻ്റെ പാർട്ടായിരിക്കും സ്ഫെറിക്കൽ മിറർ. ഇപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കോൺകേവ് സർഫസിൽ തട്ടിയിട്ടാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിൽവർ ചെയ്തിരിക്കുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ ഡാഷ് ഇട്ട് വരയ്ക്കുന്നു. ഇനി കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബൾജിങ് ആയിട്ടുള്ള ഈ സർഫസിൽ തട്ടിയിട്ടാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാത്ത ഭാഗമാണ് നമ്മളിങ്ങനെ വരയിട്ടിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് വന്ന് വീണാൽ, സാധാരണ ഒരു സർഫസിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിലെ കുറച്ച് ഭാഗം റിഫ്ലക്റ്റഡ് ആവും, കുറച്ച് ഭാഗം സർഫസ് അബ്സോർബ് ചെയ്യും, കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്: റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ. ഇപ്പോൾ ഒരു മിററിലാണ് ലൈറ്റ് വന്ന്, പ്ലെയിൻ മിററിലാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് റേ ഓഫ് ലൈറ്റാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരയ്ക്കുക.
റേ ഓപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ മുഴുവൻ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് സ്ട്രെയിറ്റ് ലൈൻസ്. കാരണം അത് സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ദ ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് വന്ന് വീഴുന്ന റേ. ഇനി ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മളൊരു നോർമൽ വരയ്ക്കുന്നു. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ സർഫസിന് പർപ്പൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നോർമൽ. ഇതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. ഇനി ഈ പ്ലെയിൻ മിററിൽ തട്ടിയിട്ട് ലൈറ്റ് റിഫ്ലക്റ്റഡ് ആവുന്നു ഇല്ലേ? നല്ല സിൽവറിങ് ഉള്ള മിററുകളിൽ 98% ലൈറ്റും റിഫ്ലക്റ്റഡ് ആവുന്നു. അപ്പോൾ ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. ഈ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ there are two laws of reflection. First one is that the angle of incidence is equal to the angle of reflection. വേണമെങ്കിൽ theta I and theta r. Angle of incidence is equal to angle of reflection. ഇതാണ് ഫസ്റ്റ് ലോ. രണ്ടാമത്തെ ലോയിൽ പറയുന്നത് the incident ray, normal and the reflected ray lie in the same plane. അല്ലേ? ഇതെല്ലാം ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഇൻസിഡൻറ്റ് റേ, reflected ray and the normal lie in the same plane. ഇനി നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ചില ടേംസ് പഠിക്കാനുണ്ട്. ഒരു മിററിൻ്റെ ജോമെട്രിക് സെൻറ്ററിന് പറയുന്ന പേരാണ് പോൾ. പി എന്നുള്ള ലെറ്റർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ മിറർ. ജോമെട്രിക് സെൻറ്റർ. ഒരു ലെൻസ് ആണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ, ജോമെട്രിക് സെൻറ്ററിന് നമ്മൾ പറയുന്ന പേര് ഓപ്റ്റിക് സെൻറ്റർ എന്നാണ്. ഓപ്റ്റിക് സെൻറ്റർ എന്നാണ് പറയുക. ഇപ്പോൾ കോൺവെക്സ് മിറർ ആവുമ്പോൾ അതേപോലെ ദ ജോമെട്രിക് സെൻറ്റർ ഈസ് കോൾഡ് ദ പോൾ ഓഫ് ദി മിററിൻ്റെ കേസിൽ ഇറ്റ് ഈസ് കോൾഡ് പോൾ. ഇനി ഈ മിറർ വേറൊരു സ്ഫെറിക്കൽ സർഫസിൻ്റെ പാർട്ടാണ് അല്ലേ? ഒരു വലിയ സ്ഫിയറിൻ്റെ ഭാഗമാണ് ഈ മിറർ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സി ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ. അപ്പോൾ ഈ ടേംസൊക്കെ നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. ഈ കോൺവെക്സ് മിററിൻ്റെ വരയ്ക്കുകയാണെങ്കിലോ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, സർക്കിൾ വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണെന്ന് കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്, ജോയിനിങ് ദ പോൾ ആൻഡ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ദിസ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി മിറർ. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഇപ്പോൾ ഒരു കോൺകേവ് മിററിൽ പാരലൽ റേസ് വന്ന് വീഴുകയാണെങ്കിൽ, കോൺകേവ് മിററിൽ പാരലൽ റേസ് വന്ന് വീണാൽ it will pass like this. All the rays will meet at a point. ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് ഇതിലൂടെ പോകുന്നു. at a common, they will pass through a common point. നമ്മൾ ശരിക്കും സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കണം. അപ്പോൾ this common point where the rays are converged is called the principal focus. അപ്പോൾ parallel rays when they fall on a concave mirror, they will converge or they will join at a common point on the principal axis. That point is called the principal focus. ഇനി പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ്, പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വി കോൾ ഇറ്റ് ആസ് ഫോക്കൽ ലെങ്ത്. പോളും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വി കോൾ ഇറ്റ് ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദി
center of curvature is called radius of curvature. Distance between pole and focus is called focal length. അത് മനസ്സിലാക്കുക. ഇനി കോൺവെക്സ് മിററിലാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിലോ, ഇതിൽ തട്ടിയിട്ട് ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. കൺവേർജ് ചെയ്യുകയല്ല ചെയ്യണത്, ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തട്ടി ലൈറ്റ് ഗെറ്റ്സ് കൺവേർജ്ഡ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെ വരുന്നത് അതിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്നു. പാരലൽ റേസ് വന്ന് വീഴുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു റേ പാരലായിട്ട് വന്ന് വീണാൽ ഇറ്റ് ഗെറ്റ്സ് ഡൈവേർജ്ഡ്, സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ ഈ റേസിനെ എല്ലാത്തിനെയും നമ്മൾ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ they appear to diverge from this common point, and ഇത് വരച്ചത് ശരിയായില്ല. ആ കോമൺ പോയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ് in the case of a convex mirror. We will see the figure in textbook. അപ്പോൾ ശരിക്കും നിങ്ങൾ സ്കെയിലും പെൻസിലും എടുത്ത് വരയ്ക്കണം. നമ്മൾ കോൺകേവ് മിററിൽ പാരലൽ റേസ് വന്ന് വീണ് കഴിഞ്ഞാൽ ദേ വിൽ കൺവേർജ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. ദാറ്റ് പോയിൻ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇൻ ദി കേസ് ഓഫ് കോൺവെക്സ് മിററിൽ പാരലൽ റേസ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. ഈ ഡൈവേർജിങ് റേസിനെ നമ്മൾ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ we will see that these rays diverge from a common point on the principal axis, which is called the principal focus in the case of convex mirror.